യേശുദേവൻ ഒരു യോഗിയായിരുന്നു, യോഗി എന്ന് മാത്രമല്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ പറയാനൊക്കില്ല. അത് പറയാൻ ഒക്കില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 2 മാസത്തിന് മുമ്പ് അവർ നടന്ന സംഭവം. എനിക്ക് അപ്പോഴപ്പോഴായിട്ട് എനിക്ക് പല ദർശനങ്ങൾ തരും. എനിക്ക് അതുപോലെ തെരേസയുടെ അനുഭവം എനിക്ക് വേണമെന്ന് പറയും. ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മദർ തെരേസയുടെ അനുഭവം. അപ്പോൾ അദ്ദേഹത്തിന് തെരേസയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വെള്ളിയാഴ്ച ആകുന്ന സമയത്ത് ബാഡിയിൽ നിന്ന് ബ്ലഡ് വെളിയിൽ വരും. അത് യോഹാനൻ്റെ യോഗിയുടെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനത് സംസാരിക്കും, ഭഗവാനെ എനിക്ക് ആ ഒരു സംഭവം തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു ദിവസം എനിക്ക് ഒരു ദർശനം തരുന്നു. ദർശനം വന്നാൽ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. പള്ളിയുടെ മുമ്പായിട്ട് എനിക്കൊരു കോയിൻ കിട്ടുകയാണ്. കോയിനാണെങ്കിൽ പഴയ ഒരു കോയിൻ, ഒരു അകത്തൊരു ദ്വാരമിട്ട ഒരു കോയിനാണ്. അത് ഞാൻ കിട്ടി. അത് ഞാൻ കയ്യിലെടുത്ത് അടുത്ത സെക്കൻഡിൽ തന്നെ എൻ്റെ ശരീരത്തിൽ മാറ്റം സംഭവിക്കാറുണ്ട്. ഇത് കിട്ടുന്നത് ഒരു സെമി കോൺഷ്യസിലാണ് എനിക്ക് കിട്ടുന്നത്, പകുതി ഉറക്കത്തിൽ. അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ മുറിവുകൾ അത്രയും ഉണ്ടായിരുന്നു. അത് ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വെക്കാത്ത വേദന ഞാൻ അനുഭവിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള സംഭവം ഇനി വേണ്ട. കാരണം ഇതിന് സാക്ഷി നമ്മുടെ പയ്യനുണ്ട്, ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവർ എല്ലാം സാക്ഷിയാണ്. കാരണം ദേഹം കംപ്ലീറ്റായിട്ട് പെയിൻ എന്നിട്ട് ആ ബ്ലഡ് വെളിയിൽ വന്നില്ല. വെളിയിൽ 2 ദിവസം കൂടെ കഴിയുകയാണെങ്കിൽ ബ്ലഡ് വെളിയിൽ ചാടും. അത്രയ്ക്ക് ഈ ഓരോ സൂചിയിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചുവപ്പ് കളറുള്ള ഇതുണ്ടാവില്ല, അതേപോലെ പെയിൻ. ഇവിടെ ആ മുൾക്കിരീടത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിൻ, ശരീരത്തിൽ മൊത്തം ഇവിടെ പെയിൻ, ഇവിടെ കാല്, എവിടെയൊക്കെ അദ്ദേഹത്തിന് കുത്ത് കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഈ അശരീരി എനിക്ക് കേൾക്കുവാൻ, നീ എന്നിൽ നീ താതാത്മ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. ആ താതാത്മ്യം ഞാൻ മണ്ണാങ്കട്ടെ, ഞാൻ ആ താതാത്മ്യം പ്രാപിച്ചതാണ് ഏറ്റവും വലിയ തലവേദന. അതിന് ശേഷം യേശുദേവൻ പല പ്രാവശ്യവും എനിക്ക് ദർശനം തന്നിട്ടുണ്ട്. ഈ ഇടകാലത്തിൽ തന്ന ദർശനം, ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു അളിയൻ്റെ വീട്ടിൽ അവിടെ പോയിട്ട് ഞാൻ നേരെ ബസ് കയറാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു. ഞാൻ എൻ്റെ സ്വപ്നത്തെ കാണുകയാണ്. സ്വപ്നം നല്ല ഇതെല്ലാം എനിക്ക് സെമി കോൺഷ്യസിലാണ് കിട്ടുന്നത്. ഈ സമയത്ത് എൻ്റെ ഒരു ശിഷ്യൻ, അദ്ദേഹം വന്നിട്ട് DSP ആയിരിക്കുന്നത്, അത് ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഇല്ല, ഇവിടെ SP ഒക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പള്ളി ഉദ്ഘാടനമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു. സ്വാമി വാ, നമുക്ക് ഇവിടെ പോയി പള്ളി ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാം, ഞാൻ കൊണ്ടുവിടാമെന്നായി. എന്നെ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി അവസാനം ഇപ്പം അകത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ മറ്റേ കയ്യിൽ ഒരാൾ വന്ന് കയറി പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. നോക്കുമ്പോൾ എന്നാണ് യേശുദേവൻ വന്ന് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, വാ നമുക്ക് എല്ലാവരും കൂടെ അകത്ത് കയറാം, നിനക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്. ഞാൻ ഈ തമാശ രൂപത്തിൽ പറയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, അകത്ത് കയറി നമുക്ക് ഇതൊക്കെ കാണാം. ഉടനെ നീ ഇവിടെ പോകണ്ട, നീ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പുറത്ത് കൊണ്ടുവന്ന് ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പിന്നെ അവിടെ കയറാതെ ഇവിടെ കൊണ്ടുവന്നത്, പള്ളിയല്ലേ? അപ്പോഴാണ് ചാത്താന്മാരുടെ കൂടാരമാകുന്നത്. എന്താണ് ചാത്താന്മാരുടെ കൂടാരമാകുന്നു. അപ്പോഴെനിക്ക് ഉടനെ ചിരി വന്നു. കാരണം ഇങ്ങനെ പഴയ പല്ലവിയൊക്കെ തുടങ്ങിയെന്നുണ്ട്. ചാത്താന്മാരുടെ കൂടാരങ്ങളാണിത്, അത് പോകരുത് എന്നായി. ശരി, ഒരു പോയിൻ്റ് കഴിഞ്ഞു. ഞാൻ ഉടനെ എനിക്കൊരു ദർശനം വരുന്നു. ക്ഷേത്രങ്ങളെല്ലാം ദർശനം വരികയാണ്. ഞാൻ ഇതൊക്കെ ആണെങ്കിലോ, ഇതും ചാത്താന്മാരുടെ കൂടാരം തന്നെ, അവിടെയും നീ പോകരുത് എന്നായി. ശരി, ഓക്കെ. എന്നിട്ട് തിരിച്ച് കൊണ്ടുപോയി കുറേ ദൂരം പോയതിന് ശേഷം നമ്മുടെ ഒരു മുകളിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നു. പാതാളത്തിലോട്ട് പോലെ ഒരു സ്ഥലം, അവിടെ അത് കീഴ് നോക്കാൻ പറഞ്ഞു. അവിടെ തൊപ്പി വെച്ചവരുണ്ട്, തൊപ്പി വയ്ക്കാത്തവരുണ്ട്, കുറേ ആൾക്കാർ. അപ്പോൾ ഞാൻ, ഇവരൊക്കെ ആരാണ് സ്വാമി, ഇവരൊക്കെ ആരാണെന്നായി. ഇവരെല്ലാം ബോധകന്മാരാണ്. ഇതെല്ലാം അവർ സ്വയം ബോധകന്മാരാണ്. എന്നാൽ ബോധനമൊന്നും അവരംഗീകരിക്കില്ല, മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കും. അങ്ങനെയുള്ള ബോധകന്മാരാണ് നോക്കുന്നു പറഞ്ഞു. അവിടെ പെട്ടെന്ന് ഞാൻ കണ്ടു തുറന്നു. ഇത് എനിക്ക് വല്ലാത്ത സംഭവമാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് ഇങ്ങനെ ദർശനം തരും. ഇതാണ് യേശുദേവൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അങ്ങയുടെ, ആദ്യമായിട്ടൊരു തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്
ഗുഹയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ദർശനം. പക്ഷേ അത് കണ്ണ് തുറന്നിരിക്കുമ്പോഴേക്കും കണ്ണു തുറന്നിരിക്കുന്നു. അതിങ്ങനെ വന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. ഒന്നും മിണ്ടിയില്ല, നോക്കിയിട്ട് ഒന്നും ഉണ്ടാകും. ഇതുപോലെ എത്രയോ പ്രാവശ്യം ഒന്ന് രണ്ടല്ല, എത്രയോ പ്രാവശ്യം. ഓക്കെ. അപ്പോൾ എനിക്ക് സംശയം ചോദിക്കുന്നത് ഗുരുജി, അതായത് യേശുദേവൻ ഒരു ക്രിയായോഗിയാണല്ലോ. ക്രിയായോഗി അതായത് യോഗ വിദ്യയിൽ കൂടി അല്ലാതെ ഇവിടെ ഏത് മതത്തിലും ഒരുത്തനും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന് ഉദാഹരണം വിജ്ഞാന ഭൈരവ തന്ത്ര, നമ്മുടെ ക്രിയായോഗ പോലും അതിൽ നിന്നുള്ളത് തന്നെ, വിജ്ഞാന ഭൈരവ തന്ത്രയിലുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ ഏത് മഹാൻ, ഏത് സിദ്ധൻ, ഏത് യോഗി, ഏത് ജ്ഞാനി ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ 112 ടെക്നിക്സിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പം ശ്വാസത്തിൽ കൂടി വന്ന ആൾക്കാർ, ശ്വാസത്തിൽ കൂടി പ്രാക്ടീസ് ചെയ്ത് വന്ന ആൾക്കാരാണ് യേശുദേവനും ബാബാജി ഇങ്ങനെയുള്ള ആൾക്കാരല്ല. കാരണം 33 ടെക്നിക്സ് അതിൽ കൂടി വരുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ രമണ മഹർഷി എങ്ങനെ അറ്റൈൻ ചെയ്യുന്നു പറഞ്ഞാൽ അവരിലൊരു ആൻസറുണ്ട്, ഹുവാമൈ എന്നുള്ള ചോദ്യം. അല്ല, ഹുവാമൈ എന്നല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ്, നീ എന്തും ജപിച്ചാലും നിനക്ക് ഈശ്വരനെ നിങ്ങൾക്ക് അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ജപിച്ചാലും എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു സംഭവമേ അല്ല. ഇപ്പം നിങ്ങളുടെ ഞാനെന്ന് ജപിക്കാം, ഒന്നുമില്ലെങ്കിൽ എന്ത് തോന്നിയത് ജപിക്കാം. വായിൽ വരണതെല്ലാം കോതയ്ക്ക് പാട്ടുന്നില്ല. അതുപോലെ എന്ന് പറഞ്ഞാൽ മനസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്, സീറോയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ടെക്നിക്സാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതിൽ ഏത് നിങ്ങളിൽ വന്നാലും നിങ്ങൾക്ക് ആ ബ്രഹ്മത്തിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അല്ലാഹു എന്ന് പറഞ്ഞത് ഇദ്ദേഹം നബി എന്ത് ചെയ്തേ, അല്ലാഹുവിനൊരു നാമം കൊടുത്തു, അല്ലാഹുവിനോട് വേർഡ്സ് കൊടുത്തു. അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് പോലും അറിഞ്ഞൂടാ. എന്നിട്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ തിരിച്ച് വന്നവരാണ് പറഞ്ഞത് ഇത് ദൈവം എന്നൊരു പേരിട്ടത്. ദൈവത്തിൻ്റെ മീനിങ് എന്താണ്? എന്തെങ്കിലും മീനിങ് ഉണ്ടോ? രക്ഷകനെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സർവ്വവ്യാപി എന്ന് പറയാനാകുമോ? ദൈവം എന്നുള്ള വേർഡ്സിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനകത്ത്? മീനിങ്ലെസ് ആണത്. അതുപോലെ ഇവിടെ കാണുന്ന എല്ലാ വേർഡ്സും അത് തന്നെ മീനിങ്ലെസ് ആണ്. അതിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ കൂടെ ജപിക്കാൻ തുടങ്ങുന്നു, അതിൽ തീർച്ചയായിട്ടും അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, നബി പറഞ്ഞത്, കോടാനുകോടി നാമങ്ങളിലുള്ളത് എനിക്കിഷ്ടം അല്ലാ എന്ന് പറഞ്ഞു. അല്ലാന്ന് അദ്ദേഹം ജപിക്കുക. അപ്പോൾ അല്ലാന്ന് വന്നിട്ട് ഒരു മുസ്ലിം ജപിക്കുമ്പോൾ ദൈവമേന്ന് ജപിക്കും. ഇത് അറിഞ്ഞൂടാത്ത ഒരു വ്യക്തി അല്ലാന്ന് പറഞ്ഞാൽ എന്ത് ജപിക്കും? എങ്ങനെ ജപിക്കും? അതിന് ഫാമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് നമുക്ക് ഒരു കൺസെപ്റ്റും ഇതിനകത്തില്ല. ശരി. അങ്ങനെയെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഈ ഒരു ക്രിയായോഗയിലൂടെയാണ് ജീസസ് ക്രൈസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ബൈബിളിൻ്റെ അകത്ത് വന്നില്ല? ബൈബിളിൽ വന്നത് യേശുവിൻ്റെ കാലത്തിലല്ല ബൈബിൾ വന്നത്. യേശുവിന് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കോ എന്തോ ആകട്ടെ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ബൈബിൾ സിദ്ധാന്തം തന്നെ വരുന്നത്. ഈ ബൈബിൾ സിദ്ധാന്തം ആരാണ് ഉണ്ടാക്കിയത്? ശിഷ്യന്മാർ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അല്ല, അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. പറയപ്പെടുന്നതല്ലേ ഉള്ളൂ. അതിൽ ശിഷ്യന്മാർ പേര് വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ അത്രയും യേശുവിൻ്റെ അനുയായിയാണെന്നും യേശു പറഞ്ഞത് അതുപോലെയാണെന്നും അവർ ധരിച്ചോ? ഇല്ല. അത് പറയാൻ ഒക്കില്ല. എന്നാൽ ചില ആൾക്കാർ, യോഹന്നാനെ പോലുള്ള ആൾക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആ മെഡിറ്റേഷൻ ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അനുമാനം കൊണ്ട് നമുക്ക് പറയാം ഇദ്ദേഹം ക്രിയായോഗി എന്ന് പറയാം. അത് ഇദ്ദേഹം നമ്മുടെ യോഹാൻ പരമഹംസൻ ഇദ്ദേഹം ക്രിയായോഗിയാണെന്ന് നമ്മൾ കൊണ്ടുവന്നു, അത്രയോ. നമ്മൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പല അത്ഭുതങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയൊരു അത്ഭുതം പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നതാണ് നമുക്ക് അധികം കാണുന്നത്. പിശാച് ആർക്കാണ് ബാധിച്ചത്? മനുഷ്യരെ. ശരീരത്തിന് ബാധിച്ചോ മനസ്സിന് ബാധിച്ചോ? മനസ്സിനെ ആയിരിക്കാം. മനസ്സിനെ ബാധിച്ചു. അതായത് അപൂർണമായ മനസ്സിനെയാണ് പിശാച് എന്ന് പറയുന്നത്. പൂർണ്ണ മനസ്സെന്ന് പറയുന്നത് ദൈവിക മനസ്സ്. ദൈവിക മനസ്സ് എവിടെ പോയി നിന്നാലും അപൂർണ മനസ്സ് അവിടെ നിന്ന് മാറിക്കളയും. ആ കൺസെപ്റ്റിലാണ് പിശാച് എന്ന് പറയുന്നത്. അത് പിശാചിന് ഒരു പ്രത്യേക ഒരു സങ്കല്പം കൊടുക്കേണ്ട ആവശ്യമില്ല.